ഉപ്പുതറ ടൗണിലെ ഓട അപകട ഭീഷണി ഉയർത്തുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഓട നവീകരിച്ചതിന് ശേഷമുണ്ടായ മൺകൂന മാറ്റിയതോടെയാണ് മൂടിയില്ലാത്ത ഓട അപകട ഭീഷണിയാവുന്നത്. ഉപ്പുതറ ടൗണിലെ കൊടുംവളവിലാണ് ഓട ജനങ്ങളുടെ ജീവനത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നത്. മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ മണ്ണൊഴുകി വന്ന് ഉപ്പുതറ ടൗണിലെ ഓടകൾ അടഞ്ഞിരുന്നു. ശക്തമായ മഴ പെയ്യുമ്പോൾ ഓടയിലൂടെ വെള്ളം ഒഴുകാതെ റോഡ് തോടായി മാറും. ഓട അടഞ്ഞത് പൊതുമരാമത്ത് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നടപടി സ്വീകരിച്ചു. എന്നാൽ ഓടയിൽ നിന്നും നീക്കിയ മണ്ണ് ഓടയ്ക്ക് സമീപം നിക്ഷേപിച്ചു. ഇതോടെ ഇതുവഴിയുള്ള യാത്രയും ദുഷ്കരമായി. ഉപ്പുതറ പഞ്ചായത്ത് അംഗമായിരുന്ന ജെയിംസ് തോക്കമ്പേൽ സ്വന്തം ചെലവിൽ മണ്ണ് നീക്കം ചെയ്തു. ഇതോടെ തടസ്സം നീങ്ങിയെങ്കിലും അപകട ഭീഷണി ഉയർന്നു. കൊടും വളവുള്ള ഭാഗത്താണ് മൂടിയില്ലാത്ത ഓടയുള്ളത്. വളവ് തിരിക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുമില്ല. ഏതെങ്കിലും സമയം സൈഡ് കൊടുക്കുന്ന അവസരത്തിൽ വാഹനം തെന്നിമാറി അപകടമുണ്ടാകാൻ സാധ്യതയും ഏറെയാണ്. ഓടയ്ക്ക് മൂടിയില്ലാത്തതാണ് അപകടത്തിന് കാരണം. കാൽനടയായി സഞ്ചരിക്കുന്നവർക്കും ഭീഷണിയായിട്ട് വലിയ ഗർത്തം ആണ് ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഏത് നിമിഷവും ഇവിടെ ജീവൻ പൊലിയുന്ന സാഹചര്യമാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നു. ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങളും ഏതാണ്ട് 10 മുതൽ 15ഓളം ആംബുലൻസുകളുമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെയും നാട്ടിൻപുറത്തുള്ള ഉന്നത ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കി പാവപ്പെട്ട മനുഷ്യ ജീവനും കൊണ്ട് ആ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഉപ്പുതറ ടൗണിൻ്റെ സെൻട്രൽ ജംഗ്ഷൻ്റെ വളവിനോട് ചേർന്നുള്ള ഭാഗം ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വീതി കൂട്ടി ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഇത് PWയുടെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട റോഡായതുകൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനം സൈഡ് ഐറിഷോടെയും അതുപോലെ സൈഡ് കെട്ടി സ്ലാബ് ഇടേണ്ട പണിയും ചെയ്യേണ്ടത് ബന്ധപ്പെട്ട PWD ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓടയുടെ സമീപത്ത് കൂടി നിരവധി ആളുകൾ കടന്നു പോകുന്നുണ്ട്. എതിരെ വാഹനങ്ങൾ വരുമ്പോൾ സൈഡിലേക്ക് മാറി നിന്നാൽ അപകടം ഉറപ്പ്. ഓടയിലെ തടസ്സം നീക്കിയെങ്കിലും ഓടയ്ക്ക് മൂടി നിർമ്മിക്കാതെ കരാറുകാരൻ പോയി. ഇതോടെ ഉപ്പുതറ ടൗൺ അപകട ഭീഷണിയിലായി. ഓടയ്ക്ക് മൂടി നിർമ്മിക്കണമെന്ന് നിരവധി തവണ അധികൃതരോട് അഭ്യർത്ഥിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ല. ഓടയാണെങ്കിൽ ജനങ്ങളുടെ ജീവൻ കവർന്നെടുക്കുന്ന അവസ്ഥയിലുമാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.